ഈ മണിപ്പൂരിൻ്റെ പേരിൽ പുതിയൊരു വാർത്ത നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആയുധമാക്കാവുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. മണിപ്പൂരിൽ ഈ ശനി ഞായർ 30-31 സർക്കാർ ഓഫീസുകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും എന്ന് ഗവർണർ ഒരു ഉത്തരവിറക്കി. അല്ല, അവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ കുറേ കാലമായി എല്ലാം കൊളാപ്സായി കിടക്കുകയാണ്. സർക്കാർ ഓഫീസുകൾ മഹാഭൂരിപക്ഷ ദിവസങ്ങളും പ്രവർത്തിച്ചില്ല. അപ്പോൾ സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കുറച്ച് സമയം വേണം. അതിനുവേണ്ടി ഈ 2 ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാക്കും, പകരം മറ്റു ദിവസം 2 ദിവസം അവധി കൊടുക്കും. ഇങ്ങനെ സർക്കാർ ഒരു ഉത്തരവിറക്കി. അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളോട് മണിപ്പൂരിൽ വീണ്ടും അവഗണന എന്നൊരു ക്യാമ്പയിൻ കേരളത്തിലെ കോൺഗ്രസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. സത്യത്തിലത് 1-2 തലത്തിൽ കാണാൻ പറ്റും. എന്തായാലും ഈ മാർച്ച് ഇപ്പോൾ സാമ്പത്തിക വർഷ അവസാനം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ ഓഫീസുകൾക്കും വളരെ പ്രധാനമാണ്. പക്ഷേ ഇക്കൊല്ലത്തെ മാർച്ച് എൻഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഇത് ഈസ്റ്റർ കൂടി ചേർന്ന് വന്നതാണ്. അപ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, യാതൊരു തർക്കവുമില്ല. അവരുടെ ആഘോഷ ദിവസമാണ്. പറ്റുമെങ്കിൽ അവർക്ക് അവധി കൊടുക്കേണ്ട ദിവസമാണ്. സംരക്ഷിത അവധിയെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഉത്തരവിൽ എല്ലാവരും നിർബന്ധിതമായി പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ലാതെ സംരക്ഷിത അവധി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസിൽ ഇപ്പോൾ ഞാനും സുനിൽ സാറും പങ്കെടുക്കുകയാണെങ്കിൽ പെരുന്നാൾ ദിവസം എനിക്ക് അവധി എടുക്കാം, മറ്റൊരു അന്ന് വർക്ക് ചെയ്യുന്നവർക്ക് മറ്റൊരു ദിവസം പകരാവധി കൊടുക്കാം. അങ്ങനെയാണോ ഈ ഓർഡർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇത് മണിപ്പൂരിനെ ചൊല്ലി കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പ്രധാനമന്ത്രി ഇപ്പോഴും അവിടെ സന്ദർശിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷം തീർച്ചയായിട്ടും. പിന്നെ മണിപ്പൂരിൽ ഉണ്ടായ വർഗീയ കലാപം ഈ ഗോത്രവർഗ്ഗക്കാരിലെ ഒരു വിഭാഗത്തെ, നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഈ കുക്കികളും മെത്തികളും എന്ന് പറയുന്നതിന് പകരം വളരെ കൃത്യമായി വർഗീയമായ കണക്കിലാണ് അത് പൊളിറ്റിക്കലൈസ് ചെയ്തത്. അതായത് ക്യാമ്പയിൻ ചെയ്ത് അങ്ങനെയാണ്. ഹിന്ദു ഗോത്രവർഗ്ഗക്കാരും ക്രിസ്ത്യൻ ഗോത്രവർഗ്ഗക്കാരും അങ്ങനെയുള്ളപ്പോൾ എല്ലാം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മതം ചേർത്ത് സമുദായം ചേർത്ത് ഒരു പ്രശ്നത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കാം, രാഷ്ട്രീയവൽക്കരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കലായിക്കോട്ടെ. രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, ജനാധിപത്യ പ്രക്രിയയിൽ അത്യാവശ്യമാണ്. പക്ഷേ ഇത് വർഗീയവൽക്കരിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കിട്ടിയതാണ്. ഇപ്പോൾ എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ കലാപം വലിയ തോതിൽ അവിടെ നടന്നു. 2 വിഭാഗങ്ങൾ തമ്മിൽ ദീർഘമായ ഏറ്റുമുട്ടലുകളും ചോരച്ചൊലിച്ചിലും ഒക്കെ ഉണ്ടായി. യുദ്ധം തന്നെയാണ് നടന്നത്. യുദ്ധാവും തുറന്ന യുദ്ധം തന്നെ പലയിടത്തും നടന്നത്. പക്ഷേ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെൻറ് ഇടപെടുകയും ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പണ്ട് കാലത്ത് ഒരു 10-30 കൊല്ലം മുമ്പെങ്കിലും ഉള്ള ഒരു അനുഭവം വെച്ചിട്ട് ഒരിക്കലും ഉണങ്ങാത്ത ആഴ്ചകളോളം മാസങ്ങളോളം ഒരിക്കലും ഉണങ്ങാത്ത ചോരച്ചാലുകൾ ഒഴുകുമായിരുന്ന കലാപം, അത് പലയിടത്തും മുസ്ലിം ഹിന്ദു ആയിരുന്നെങ്കിൽ ഇത് ക്രിസ്ത്യൻ ഹിന്ദു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന കലാപമാണ്. അതിനകത്തുള്ള സാമ്പത്തിക കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളൊന്നുമല്ല ആളുകൾ കാണാൻ പോയത്, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കൊല്ലത്തെ ഈസ്റ്റർ ആണെങ്കിൽ പോലും ഇക്കൊല്ലത്തെ മാർച്ച് 31 പണിയെടുക്കാൻ വന്നാൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർ പോലും സന്മനസ്സോടെ കാണണമായിരുന്നു അത്. കാരണം ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെയാണ് പ്രശ്നം. അതെ, അവിടെ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഈ വാർത്ത വന്നപ്പോൾ നാഷണൽ മീഡിയയിൽ മണിപ്പൂരിലെ സോഷ്യൽ മീഡിയ ഒക്കെ പരതി. അവിടെ ഒരു പ്രതിഷേധം പോലും ഉണ്ടാവില്ല. അവരത് സ്വാഭാവിക നടപടി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രശ്നം. അതെ, ഒരു വലിയ കലാമിറ്റി നടന്നു. ഇപ്പോൾ നമ്മുടെ വലിയ പ്രളയം പോലുള്ളൊരു സംഗതികൾ നടക്കുക. വർഗീയ കലാപമാണെങ്കിൽ വർഗീയ കലാപം, രാഷ്ട്രീയമായ കലാപമാണെങ്കിൽ അത് എന്തായാലും വലിയ കലാപം നടന്നു. ആ കലാപം നടന്നിട്ട് ഒരു നാടിൻ്റെ മുഴുവൻ ഭരണക്രമവും സംവിധാനവും ജീവിത അവസ്ഥയും സാമൂഹ്യ സ്ഥിതിയും മുഴുവൻ തകിടം മറിഞ്ഞ് കിടക്കുന്നിടത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പുനഃസ്ഥാപിച്ചിട്ട് ഇപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം തുടക്കം തൊട്ട് തന്നെ സമാധാന ജീവിതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുന്നതെങ്കിൽ എൻ്റെ എനിക്ക് തോന്നൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിസ്ത്യൻ സഭാധ്യക്ഷന്മാരും ക്രിസ്ത്യാനികൾക്കിടയിൽ സ്വാധീനമുള്ള മുഴുവൻ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അത് സൗമനസ്യത്തോടെ സ്വീകരിച്ചിട്ട് അതിവേഗത്തിൽ മണിപ്പൂരിന്റെ സമാധാനം സ്വൈര്യ ജീവിതവും പുനഃസ്ഥാപിക്കാനാണ് കൂടെ നിൽക്കേണ്ടത്. ഏത് ഗവൺമെന്റ് പറഞ്ഞു. മറ്റൊന്നുകൂടിയുണ്ട്, ഈ സാമ്പത്തിക വർഷം അവസാനം ഈ കണക്കുകളെല്ലാം ചിട്ടപ്പെടുത്തി അവസാനിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അവർക്ക് നമ്മളെപ്പോലും ആവില്ല. ഒരുപാട് കണക്കുകൾ ശരിയാക്കാനുണ്ടാവും. കുറേ ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുറേ ഓഫീസുകൾ നഷ്ടപ്പെട്ട് തകർന്നു പോയിട്ടുണ്ട്. എന്തായാലും ഒരു കലാപം നല്ലതിനല്ലല്ലോ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ആ നാശനഷ്ടങ്ങൾ ആരുണ്ടാക്കിയാലും ഇനി പരസ്പരം കുറ്റപ്പെടുത്താതെ അത് പുനഃസ്ഥാപിച്ച് ഒരു പുതിയ ജീവിതം, സമാധാനം അവിടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അതിപ്പോൾ ഒരു ചരിത്രത്തിൽ ആദ്യമായി ഒരു ശനിയും ഞായറും ജോലി ചെയ്യണം. എത്രയോ ശനി ഞായറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്.
പ്രവർത്തന ദിവസങ്ങളാക്കിയിട്ടുണ്ട്. അതിപ്പോ നിർഭാഗ്യവശാൽ ഈ ശനിയും ഞായറും ഈസ്റ്ററിന്റെ ദിവസങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തെ മുൻനിർത്തി, ഈ ഈശോയെ മുൻനിർത്തി, ഞങ്ങളുടെ നാടിന് വേണ്ടി, ഞങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ ഈസ്റ്റർ ദിനത്തിലും പണിയെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് അവർ. പക്ഷേ അവരുടെ സന്മനസ്സതായിരിക്കും. അതെ, അവരങ്ങനെ ചെയ്യുന്നു. കേരളത്തിലെ KPCC പ്രസിഡന്റും സതീശനും പ്രതിപക്ഷ നേതാവുമാണ് ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രത്തിന്റെ ഒരു ഭാവി മുൻനിർത്തിയിട്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തും. എന്താണ് ഇപ്പോൾ കേരളത്തിലെ 4 ക്രിസ്ത്യാനികളെ പ്രകോപിപ്പിച്ച് വോട്ട് വാങ്ങാനാണോ അതിന്റെ താല്പര്യം എന്ന് എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു ഞായറാഴ്ച പ്രവൃത്തി ദിവസം ആയാൽ ഇവിടെ പറവൂരിലെ MLA ആയ പ്രതിപക്ഷ നേതാവായിപ്പോയ സതീശൻ എന്താ പ്രശ്നം? ഇത് രാഷ്ട്രീയമാണ്, പൂർണ്ണമായും രാഷ്ട്രീയമാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ കുറെ കൂടി മാനവികമായ ഒരു തലത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും വേണം. കുറെ കൂടി ദേശീയമായൊരു ബോധത്തോടു കൂടി സംസാരിക്കുകയും വേണം. ആ പ്രദേശത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ചിട്ട് 4 വോട്ട് കിട്ടുമോ എന്ന സങ്കുചിതമായ അജണ്ട എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ ഈ മതസൗഹാർദ്ദം, അഭിപ്രായ സമന്വയം, ആളുകളുടെ ഒത്തൊരുമ, സ്നേഹം, സൗഹാർദ്ദം ഇതൊക്കെ പുലരാൻ വേണ്ടി നിൽക്കുന്നവരെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അവർ തന്നെ വിഷലിപ്തമായ വർഗീയ സ്വഭാവത്തിലുള്ള ഒരു പ്രചാരണം കേരളത്തിൽ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ, അതെ, ഇത്തരം സിറ്റുവേഷനിൽ അവർക്ക് മാതൃകയാകേണ്ടത് മഹാത്മാഗാന്ധിയാണ്. അതെ, ആ മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ ഇവർ ഇന്ന് ആ കണ്ണുകൾ കൊണ്ട് ഈ സിറ്റുവേഷനെ നേരിടാൻ പറ്റുകയാണെങ്കിൽ, മഹാത്മാവിൻ്റെ ആത്മാവിനോട് കൂറ് പുലർത്തുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണിപ്പൂരിലെ ഈ ഗവൺമെൻറ് തീരുമാനത്തോട് സഹകരിക്കണമെന്ന് ഞങ്ങളുടെ ക്രിസ്തീയ സഹോദരങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം നിർണായകമായ ഒരു ദുർഘടത്തിലൂടെ നമ്മൾ കടന്നു വന്നത്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു, അനിഷ്ടകരമായ സാഹചര്യമായിരുന്നു, ദൗർഭാഗ്യകരമാണ്. അതിനെ ആവർത്തിക്കാൻ പാടില്ല. അതെ, നമുക്ക് നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ എല്ലാവരും ഗവൺമെന്റിനോട് സഹകരിക്കണം എന്നാണ് സമാധാന പ്രേമികളെ കേരളത്തിൽ കോൺഗ്രസിനും CPM-നും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ഇത്രയും കൺസേൺ വരുന്നതിനൊരു കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതാണ്. ഇത് തൃശ്ശൂരായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. ഉണ്ടാവാം, പക്ഷേ അതൊക്കെ ഹീനമാണെന്നേ ഞാൻ പറയുള്ളൂ. വളരെ സങ്കുചിതമായ രാഷ്ട്രീയ തലം ആര് ഉപയോഗിച്ചാലും. ദേശീയ പാർട്ടിയാണ്, ദേശീയ പാർട്ടികൾ ഭരിച്ച പാർട്ടിയാണ്. കുറേ കാലത്തിന് ശേഷം ഇന്ത്യയിൽ കാര്യമായി കേട്ടിട്ടില്ലാത്തൊരു, പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം 2002 അത് അല്ലേ, ഗുജറാത്ത് കലാപത്തിന് ശേഷം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ മണിപ്പൂരിലൊരു കലാപം കേൾക്കുന്നത്. അപ്പോൾ അതുപോലും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യക്കാരൻ ആഗ്രഹിക്കേണ്ടത്. സത്യസന്ധമായി പറഞ്ഞാൽ മനുഷ്യസ്നേഹികളും സമാധാന പ്രേമികളുമായ മനുഷ്യന്മാർ അതാണ് ആഗ്രഹിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വെളിച്ചം കൊടുക്കുകയാണ് വേണ്ടത്. എൻ്റെ വർഷം പെട്ടെന്ന് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലാണ് തൊട്ടതിനും പിടിച്ചവർക്ക് അവധി വേണം എന്നുള്ള ശാഠ്യമുള്ളത്. ഒരാൾ മരിച്ച അവധി, ഒരു സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായ അവധി. ഏറ്റവും കൂടുതൽ പബ്ലിക് ഹോളിഡേയ്സ് ഉള്ള രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. അത് കൂട്ടിക്കൊണ്ടിരിക്കണം. ജയന്തി, സമാധി, പലരുടെയും, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉണ്ട്, അതുപോലെ മഹാത്മാ അയ്യങ്കാളിയുടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് കൂടാതെ ഇനിയും വലിയ ആളുകളുടെ ഓർമ്മ ദിവസങ്ങളൊക്കെ അവധിയാക്കണം എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ, കേരളത്തിൽ വളരെ കൂടുതലാണ്. അതെ, വളരെ പ്രസക്തമായൊരു സംഗതിയാണ് സാർ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് ചർച്ചയ്ക്ക് വരേണ്ടതുമാണ്. അവധികൾ കൂടുതലാണ്, യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഈ അവധികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങളും അവകാശവാദങ്ങളും ഹർജികളും ഒക്കെ പലപ്പോഴും സാമുദായികമാണ്. ഓരോരുത്തരും സമുദായം തിരിഞ്ഞ് കൂടുതൽ ഞങ്ങൾക്കും വേണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടൊരു മുദ്രാവാക്യം എന്താണെന്നറിയോ? അങ്ങേയറ്റം കമ്മ്യൂണലാണ്. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ കേട്ട ഈ ഓണത്തിന് 10 ദിവസം അവധി, ക്രിസ്തുമസിന് 10 ദിവസം അവധി, അങ്ങനെയാണെങ്കിൽ പെരുന്നാളിന് എന്താ 2 ദിവസം. അത് ഇങ്ങനെയൊന്നുമല്ല പറയുക, വളരെ കമ്മ്യൂണലായി ആണത് ഉന്നയിക്കുക. അപ്പോൾ ഈ കേക്ക് മുറിക്കാൻ 10 ദിവസം, അങ്ങനെയുള്ള ഞങ്ങൾ അവിടുത്തെ മുദ്രാവാക്യം. ഞങ്ങളെ ഭാഷയിൽ അങ്ങനെ കേക്ക് മുറിക്കാൻ 10 ദിവസം, പായസം വെക്കാൻ 10 ദിവസം. ഇത്ര വലിയൊരു പോത്തിനെ കൊല്ലാൻ ഞങ്ങൾക്ക് എന്താ 2 ദിവസം എന്ന് ചോദിക്കേണ്ടത്? അത് മനസ്സിലായില്ലേ? ഇത് അവരുടെ ഭക്ഷണക്രമം, ആ സമൂഹത്തിൻ്റെ ജീവിതക്രമം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തമാശയാണെങ്കിൽ പോലും ആ മുദ്രാവാക്യങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊന്നും വലിയ ബോധ്യമല്ല. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് വാവാണേ, പ്രിൻസിപ്പളിൻ്റെ ഹെഡ്മാസ്റ്റർ ഒരു വാവച്ച എന്നാണ്, വാവാണേ വാവച്ച എന്ന് അവധി വേണമെന്ന് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ഓണത്തിന് 10 ദിവസം എന്ന് പറയുന്നത്, ക്രിസ്മസിന് 10 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന അവധിയല്ലേ? ഓണവും വിഷുവും ക്രിസ്മസും നോക്കിയല്ല 10 ദിവസം കൊടുക്കുന്നത്. ഒരു പരീക്ഷ കഴിയുന്നു, ഒരു ടേം കഴിയുന്നു. അത് സ്കൂളുകൾക്ക് ആ 10 ദിവസത്തെ അവധി എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു തലമുണ്ട്, അക്കാഡമിക് തലമുണ്ട്. ഇനി അല്ലെങ്കിലും ആ വാദം ഒട്ടും ന്യായമല്ല. ഒന്ന്, ഒരു ഇൻ്റർനാഷണൽ ഹോളിഡേ ആണ്. അതെ,
നമ്മളെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ ഇംഗ്ലീഷും എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ അജണ്ടയുണ്ട്, നമുക്ക് ദേശീയമായൊരു അജണ്ടയുണ്ട്. ഇപ്പോൾ ഓണം നമ്മുടെ ദേശീയ ആഘോഷമാണ്. അതെ, അപ്പോൾ ഹിന്ദുക്കളായിട്ട് കാണുന്നതാണ് അത് ഹിന്ദുവിൻ്റെ അതാണ് പ്രശ്നം. ഒന്ന് സാർവദേശീയമായി ഭൂമിയിലെ സകല മനുഷ്യർക്കും ആഘോഷിക്കാനുള്ളതാണ്. ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെയുള്ള ന്യൂ ഇയർ ആഘോഷം കൂടി ചേരുമ്പോഴാണ്. അതുകൊണ്ടാണത് ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരുമ്പോൾ അതിൻ്റെ ഒരു 2 വീക്കെൻഡും കൂടി ചേരുമ്പോഴാണ് ഈ 9 ദിവസമാണ് സാധാരണ കിട്ടുക. അപ്പോൾ അങ്ങനെ കണ്ടാൽ പോരെ അതിനെ. ദേശീയമായ ആഘോഷമാണ് ഓണം. ഓണം എല്ലാവരുടേതുമാണ്. ഇപ്പോൾ 12ാം നൂറ്റാണ്ടിലൊക്കെ ഇപ്പോൾ മാർക്കോ പോളോയെ പോലുള്ള സഞ്ചാരികൾ കേരളം കാണാൻ വന്നപ്പോൾ ഭാഗ്യവശാൽ അന്ന് ഓണക്കാലമാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. മാർക്കോ പോളോ എന്ന് പറഞ്ഞാൽ വെനീസിലെ ഇറ്റലിയിലെ വെനീസിൽ നിന്ന് വന്ന സഞ്ചാരിയാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അന്ന് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ചേരമാൻ പെരുമാളിൻ്റെ പള്ളി, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി, മുസ്ലിസിലാണല്ലോ അവർ ഇറങ്ങുക. ചേരമാൻ പള്ളിയുടെ മുറ്റത്ത് ഓണത്തല്ല് നടക്കുന്നു. ഈ ഹൗദ് എന്ന് പറയുന്ന നിസ്കരിക്കുന്ന ഒതു എടുക്കുന്ന സ്ഥലമുണ്ട്, ശുദ്ധിയാക്കുന്ന ചെറിയ കുളം. ആ കുളത്തിൽ നിന്ന് അകത്തെ പള്ളി വരെയുള്ള പടവുകളിൽ ഓണത്തിന്റെ പൂക്കളം ഇട്ടിരിക്കുന്നു. പള്ളി മുറ്റത്ത് ഊഞ്ഞാല് കെട്ടി കുട്ടികൾ ആടുന്നു. എന്താ അതിന്റെ അർത്ഥം? 12ാം നൂറ്റാണ്ടിൽ ഈ ഓണം ഇവിടുത്തെ എല്ലാവരുടെയും പള്ളി കമ്മിറ്റിയുടെ ഔദ്യോഗിക ആഘോഷമായിരുന്നു ഓണം എന്നർത്ഥം. പിന്നെ എവിടെ വെച്ചാൽ ഈ ഓണം ഹിന്ദുവിൻ്റെ ആക്കിയത്? ഞാൻ പറയുന്നത് ഇത് സമീപകാലത്ത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ വന്നതിന് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സംസ്കാരം വേറൊരു വിഷയമാണ്, നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യാൻ. പറഞ്ഞത് ഇങ്ങനെ ദേശീയാഘോഷമായ ഓണത്തിന് എല്ലാവർക്കും അവധിയെടുത്ത് എല്ലാ കുട്ടികൾക്കും ആഘോഷിക്കാവുന്ന, ആഹ്ലാദിക്കാവുന്ന, എല്ലാവർക്കും ഒരു വിരുന്നു പോകാവുന്ന ഒരു പൊതു അവധിയായിട്ട് എടുത്തൂടെ? അതിന് പകരം ഒരു മതത്തിൻ്റെ ആചാരം മാത്രമായ ഈ പെരുന്നാളിന് 1 ദിവസം 2 ദിവസം, അതിലപ്പുറം എന്തിന്? അത് വേണ്ടെന്നല്ലേ പറയേണ്ടത്? അതിന് പകരം ഇതിന് സാമുദായികമായി ക്ലെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നബിദിനത്തിന്റെ അവധി അങ്ങനെ വന്നതാണ്, മന്നം ജയന്തി അങ്ങനെ വന്നതാണ്. അപ്പോഴാണ് അപ്പുറത്ത് അയ്യങ്കാളി വന്നത്. ഇതിനൊക്കെ അവധി കൊടുക്കുകയാണ്. അപ്പൊ എന്താ അവർക്കാവാമെങ്കിൽ സവർണനാവാമെങ്കിൽ മന്നത്തിനാവാമെങ്കിൽ എന്താ അയ്യങ്കാളിക്കും? ഇതിനൊക്കെ ജാതി തിരിഞ്ഞ് വാദങ്ങൾ തുടങ്ങുകയാണ്. നഷ്ടപ്പെടുന്ന ആരാണ്? നമ്മുടെ പ്രവൃത്തി ദിവസങ്ങളാണ്. എന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇത് 200 ദിവസം പ്രവൃത്തി ദിവസം തേക്കാൻ വേണ്ടിയുള്ള പാടാ. ഇപ്പം ചെയ്ത എന്താ പണിയുണ്ടോ സാറേ? ഇക്കൊല്ലത്തെ എൻ്റെ ടീച്ചേഴ്സ്, അധ്യാപകരായ സുഹൃത്തുക്കളും ഹെഡ്മാസ്റ്റർമാരൊക്കെ വലിയ സങ്കടം പറഞ്ഞു. എന്ന് വെച്ചാൽ പരീക്ഷ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും 200 തേക്കണം. എന്നിട്ടിപ്പോൾ 110 എങ്ങാണ്ടായിട്ടുള്ളൂ. മീൻസ് 190 എങ്ങാണ്ടായിട്ടുള്ളൂ, 10 കുറവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പരീക്ഷയ്ക്കിടയിൽ കിട്ടുന്നൊരു ശനിയാഴ്ച വർക്കിംഗ് ഡേ വെച്ച് കൊടുത്തു. വല്ല ഉപകാരമുണ്ടോ? അന്ന് ക്ലാസ് നടത്തിക്കോളാൻ. പലയിടത്തും തട്ടിപ്പാണ്. അതെ, ഒപ്പിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അവധി സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ഇത് ആധുനിക ജനാധിപത്യത്തിലെ ആധുനിക രാഷ്ട്രസങ്കല്പങ്ങൾക്കെതിരാണ്. എല്ലാ വികസിത രാജ്യങ്ങളുടെയും നയങ്ങൾക്കെതിരെ. തീർച്ചയായും അവധി കൊടുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആദരിക്കലല്ല, അല്ല അനാദരിക്കല. ഒരു മനുഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം ഒരു പണിയും ചെയ്യാതിരിക്കുക. അല്ല, ഈ അവധി കിട്ടുന്ന ദിവസം ഒരാളെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ നമ്മൾ? ഒരു കുപ്പി ഒരു കോഴി വാങ്ങി വീട്ടിലേക്ക് പോവാണ്. സത്യം, അതാണ് നമ്മൾ അവധി. നമ്മൾ മന്നത്തിനെ ഓർക്കാനായാലും നബിയെ ഓർക്കാനായാലും ഗുരുദേവനെ ഓർക്കാനായാലും ഒക്കെ ചെയ്യുന്ന പണി ഇതാണ്. അത് അവരെ അനാദരിക്കലാണ്. അവരെ ഒട്ടും ആഗ്രഹിച്ച കാര്യമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം. ഇതിനെയൊക്കെ ഈ കമ്മ്യൂണലായിട്ട് കാണുന്നത് അത് കോൺഗ്രസിന്റെ ആളുകൾ ഏറ്റെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. കുറെ കൂടി അവരുടെ പ്രഖ്യാപിതമായൊരു ദേശീയ നയം, അങ്ങേയറ്റം ആദരണീയമായൊരു ദേശീയ നയമായിരുന്നു. അത് ഉണ്ടാവേണ്ടത്. അത് തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സതീശന്മാരുടെ കാലമാണ് സാർ. സതീശൻ എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളും പഠിച്ചു പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പലപ്പോഴും വളരെ ഈ കമ്മ്യൂണൽ സെന്റിമെന്റ്സിന് അദ്ദേഹവും വശംവദനാവുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പുതിയ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് എതിരായി എന്തൊക്കെ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ, അത് വർഗീയമായ സെന്റിമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലാവാം. എന്തായാലും അത് ദേശത്തിന് അങ്ങേയറ്റം സങ്കടകരമാണ് എന്നേ പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.